ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി വ്യത്യാസമായിട്ട് നല്ല ക്രിസ്പിയിൽ കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു പക്കോട എങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുതേ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് അത്യാവശ്യം വലിയ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ചെറുതായിട്ട് കനം കുറച്ചിട്ട് അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്കാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഗ്രേറ്ററിൽ ഏറ്റവും ചെറിയ ഇതിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ, കൂടുതൽ കട്ടിയില്ലാതെ. കാരണം കൂടുതൽ കട്ടിയും വലിപ്പൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ 2 കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്, അതിലുള്ള കൂടുതലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയിക്കോട്ടെ. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ കുറച്ചെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തവണ കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നന്നായി കിട്ടിക്കോളും. അതുപോലെ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഈ ഒരു രീതിയിൽ എടുത്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ മാക്സിമം വെള്ളം പോകാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല കനം കുറച്ച് കട്ടില്ലാത്ത രീതിയിൽ ഇതുപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കിഴങ്ങിലുള്ള വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞ് നല്ല കറക്റ്റായിട്ട് എടുത്തിട്ടൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു 2 ചെറിയ സവാള നല്ല കനം കുറച്ച് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വലിയതൊക്കെ ആണെങ്കിൽ ഒരു 1.5 മതിയാവും കേട്ടോ. അടുത്തതായിട്ട് ഒരു 4 5 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 6 എടുത്താലും കുഴപ്പമില്ല, കാരണം അത്യാവശ്യം എരിവ് ഉണ്ടാവണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്കുള്ള മസാലപ്പൊടിയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 1/2 ടീസ്പൂണിലും കുറച്ച് താഴെ മതിയാകും. ഇനി ഒരു 1 ടീസ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിൽ പിന്നെ നമ്മളിനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണിലും താഴെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മിക്സാക്കി നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറുനാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്, കൂടുതലൊന്നുമില്ല, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ആദ്യം ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കിഴങ്ങും ബാക്കി മസാലയും ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മാവായിട്ട് നമ്മളിപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് ഒരു 1-2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പം പൊടിയുടെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി നോക്കുക. വെള്ളം എന്തായാലും വേണ്ടി വരില്ല, കാരണം കിഴങ്ങിലൊരു വെള്ളമായ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നോക്കുക. എന്നിട്ടൊരു ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കടലമാവോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മൈദയും കടലമാവ് ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഇത്തിരി കിഴങ്ങും ഉള്ളിയും മുൻപിൽ നിൽക്കണം. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെയൊക്കെ വലുപ്പത്തിന് ചിലപ്പോൾ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടാകും. കുഴച്ച് വരുന്ന സമയത്ത് ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിവടയ്ക്കൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ പിച്ചിടൂല. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് എണ്ണയിലേക്ക് ഇടുന്നത്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എണ്ണയിലേക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറും. പക്ഷേ ഉള്ളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മളിത് എണ്ണയിലിടുന്ന സമയത്ത് ഒരുപാട് വലുതിങ്ങനെ കട്ടിയാക്കിയിട്ടുണ്ട്. ചെറുതിങ്ങനെ എടുത്ത് പരത്തി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്തോളും. അങ്ങനെ ഒരു സൈഡൊക്കെ ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിവടയൊക്കെ ചെയ്യുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ. പക്ഷേ ഇതിൽ കിഴങ്ങും കൂടി ഉണ്ടായതുകൊണ്ട് വേറൊരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. മുഴുവനായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് 2 ഭാഗവും നല്ലോണമൊക്കെ ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് പിന്നെ ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കുക എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുൻപായിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ല കളറൊക്കെ ആയി നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ടിഷ്യൂലേക്കോ സ്ട്രെയിനറിലേക്കോ ആയിട്ടോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെടുത്തിട്ടുള്ള ഒരു 2 കിഴങ്ങിൻ്റെ അളവിൽ ഇതുപോലെ ഒരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടാവും.
ഇതിപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ചൂടോട് കൂടെ കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ക്രിസ്പിയൊക്കെ അങ്ങ് പോയി പോകും. അപ്പോൾ നല്ല ചൂടുള്ള ചായയുടെയൊക്കെ കൂടെ ഇങ്ങനെ തണുപ്പുള്ള സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ താല്പര്യമുള്ളവർക്ക് കിഴങ്ങായതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ നല്ലത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്